എന്താ കുഞ്ഞേ? വല്ലാത്ത തലവേദന. ഇവിടെ ഒന്ന് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു. ഈ തലവേദന വന്നാൽ ഒന്നും വായിക്കാനും നിവർത്തിയില്ല, കാണാനും നിവർത്തിയില്ല. ഇത്രയല്ലേ ഉള്ളൂ. എനിക്ക് ചില ദിവസം തല ഉണ്ടെന്നേ തോന്നാറില്ല, അത്രയ്ക്ക് വേദനയാ. അതെങ്ങനെയാ? സന്ധ്യയായി കഴിഞ്ഞാൽ അന്നിന് 3 കറ്റം കുടിക്കണം. അതിനേക്കാൾ കൂടുതൽ ഞാൻ കുടിക്കണം. പിറ്റേ ദിവസം നേരം വെളുത്താൽ എന്റെ തല കാണുകയില്ല, വേദന മാത്രം മിച്ചം. പക്ഷേ ഇതിനെ മരുന്നുണ്ട്. ഒരു 2 ഔൺസ് വെള്ളം ഒഴിക്കാതെ കണ്ണടച്ചങ്ങ് തട്ടിയാൽ മതി. ഇത് കുടിച്ചുകൊണ്ട് തലവേദന അല്ല, പിന്നെ ധാരാളം വായിച്ചതുകൊണ്ടുണ്ടായതാണ്. എങ്കിൽ മരുന്ന് വേറെ കഴിക്കണം. ഇത് വകുപ്പ് വേറെയാ. ഇത് വിദ്യാഭ്യാസവും അത് എക്സസൈസും. സാർ ചായ കുടി. വൈകിട്ട് നല്ലൊരു ഡോക്ടറെ പോയി കാണും. അതിനെന്താ, നമുക്ക് ഡോക്ടർ കമലമ്മയെ കാണിച്ചിറങ്ങാം. അവരേ എന്റെ ബോയ് ഞാനെന്നാടോ പഠിക്കുന്ന സ്ഥലത്ത് ഒന്ന് ഉപദ്രവിക്കുന്നത്? അയ്യോ ഇല്ല, ഞാൻ ചായ കൊണ്ട് കൊടുത്താണ്. ഇയാള് മഹാഭാഗ്യമാണ് കേട്ടോ. അയ്യോ ഞാൻ ഏതു നീ വാ, ഈ നന്നായിട്ടുണ്ടോ നോക്ക്. നന്നായിരിക്കുന്നു. ഇതെന്താ രണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ? ഒന്ന് ഇതിലേക്ക്, ഒന്ന് എനിക്ക്. എനിക്കോ? എനിക്ക് ഡ്രസ്സുകളുണ്ടല്ലോ. നീ വേദാന്തൊന്നും പറയാതെ ആ പെട്ടിയെ കൊണ്ടുപോയി. സാരല്ലേ, നിന്റെ തന്നെയാണെങ്കിൽ സഹിക്കുമോ? എന്റേത് പാർക്കരുത്. അതുപോലെയാണ് ഇത്. തെരുവിൽ കൂട്ടിയിട്ട് വെക്കുന്ന പെൻ കൂടിപ്പോയി ഒരു 75 പൈസ വില കാണും. അത്രയല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ ജയെ, തെരുവ് പേന ആയിക്കോട്ടെ. എന്നും നീ എന്തിനാ ഇതിന്റെ നിപ്പ് ഒടിച്ചത്? പേനി നിപ്പും. ഇതാ 10 രൂപ. അതുപോലത്തെ 10 പെണ്ണ് കിട്ടും, വാങ്ങിച്ചോളണം. ഞാൻ നിന്നോട് ഭിക്ഷ ചോദിച്ചില്ല. കുറച്ചിലായിപ്പോയി. വല്ല ജന്മിയുടെ മകളല്ലേ? ജന്മിയുടെ മകള് നീയല്ലേ? ഞാൻ പാവപ്പെട്ട കൃഷിക്കാരന്റെ മകളാണെന്ന് നിനക്ക് നല്ലപോലെ അറിയാലോ. ഞാനും നീ ഒരു നാട്ടുകാരാണെന്ന് ഓർമ്മ വേണം. എന്നിട്ടാണോ ഈ ധിക്കാരം? ഇതിന്റെ പേര് ധിക്കാരം എന്നല്ല, അഭിമാനമെന്നാണ്. ജയ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. പണം എല്ലാത്തിനും പരിഹാരമാവില്ല. നിന്റെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ സ്റ്റാറ്റസും വിട്ട് നിന്നോട് ഒന്നിച്ച് ഈ മുറി താമസിക്കേണ്ട എന്നെ തള്ളണം. നിന്നെ വളർത്തിയതിന്റെയോ നീ വളർന്നതിന്റെയോ തെറ്റാണ്. യു ഷട്ട് അപ്പ്. എനിക്ക് ഉറങ്ങണം, എനിക്ക് പഠിക്കണം, വെളിയിൽ പോയിട്ട് പഠിക്കണം. ഉറക്കവും വെളിയിലാകാം. വാട്ട്? മനസ്സിരിക്കട്ടെ. യൂസ്ലെസ്. ഗന്ധഗോപുരം തപസിന് തിരയും ഗന്ധർവ കവിയല്ല ഞാൻ. ബ്യൂട്ടിഫുൾ, മാർവലസ്, മനോഹരമായ കവിത. വയലാർ എന്ന് വെച്ചാൽ വയലാർ തന്നെ. ആഹാ, അതൊരു വലിയ കണ്ടുപിടുത്തം ആയിപ്പോയല്ലോ. അപ്പോഴേക്ക് ഉടനെ അങ്ങ് നിർത്തിക്കളഞ്ഞു. കേൾക്കണം നിർബന്ധം ഉണ്ടെങ്കിലേ ഇങ്ങ് അടുത്ത് വരണം. ഇതാ വരാമല്ലോ, എന്നാൽ കേൾപ്പിക്കാമല്ലോ. ഭയങ്കര തലവേദന അല്ലേ? എല്ലാം കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? എല്ലാം. എല്ലാം. എന്നെ നീ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇല്ലടാ, നീ എന്നെ കണ്ടിട്ടില്ല, എന്നെ കാണുകയില്ല. ഇല്ല. ഹൃദയം കൊണ്ടേ കാണാൻ കഴിയും. അത് നിനക്ക് കഴിയുമായിരുന്നെങ്കിൽ നീ നിന്റെ തലവേദനയുടെ കാര്യം എന്നോട് പറയുമായിരുന്നു. അറിയാതെയാണെങ്കിലും ഭാഗ്യത്തിൽ നിന്റെ ഷർട്ടെടുത്തതിന് കൈയുടെ മടക്കിൽ നിന്നും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കിട്ടും. ഇല്ലെങ്കിൽ ഞാനിത് അറിയുമായിരുന്നു. ക്ഷമിക്കണം ജഗദീഷ്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ. നീ ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഞാനിപ്പോ ഒന്ന് പറയുന്നേ. ഇതൊക്കെ പറഞ്ഞ് നീ എന്നിൽ നിന്ന് അകലായിരിക്കരുത്. നിന്റെ വേദന എന്റെ വേദന, എന്റെ സന്തോഷം നിന്റെ സന്തോഷമല്ല. നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ ചെയ്തു. ജഗദീഷ്,
തലവേദന എന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരിക്കാണ്ട് പണി. ഇത് പഠിക്കും. ജഗദീഷ്, നീ ഇത്രയും വലിയവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലടാ. നാരായണിയമ്മേ, ഈ ചോറിന് എന്ത് പഴക്കം വരും? ഇതൊരു പൗരാണിക വസ്തുവാണ്. വല്ല ഗവേഷകർക്ക് വായിച്ചു കൊടുക്കണം. ചോറോ ഐസ് കേട്ടത് എങ്കിലും ഒരു നല്ല കറിയുള്ള വേണ്ട കൂടെ നാരായണിയമ്മേ. ഞാൻ എന്ത് ചെയ്യാനാവും നിങ്ങളെ? മേഡം പറയുന്നതല്ലേ എനിക്ക് ചെയ്യാനൊക്കൂ. ഇതെന്തോന്ന്? ഇത് സബ്ജയല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി താലപ്പൊലി എടുക്കുന്ന പോലെ ഇതും എടുത്തോണ്ട് മേട്രന്റെ മുറിയിലേക്ക് പോവാം. ഞാൻ മുദ്രാവായി വിളിച്ചുതരാം. ഞങ്ങളെയും മനുഷ്യരെ പോലെ പരിഗണിക്കുക. ചൂട് ചോറും ചൂട് കറിയും തന്നെ തീരൂ സർക്കാരേ. എന്റെ പൊന്നു മക്കളെ, എന്നെ വരയ്ക്കല്ലേ. നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയാൽ മേത്രൻ ഓടി വരും. അവർക്ക് നിങ്ങളുടെ മുന്നിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി അവർ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഞാൻ പിന്നെ പട്ടിണിയായി പോകും. മക്കളെ, ഇന്ന് ചതിക്കല്ലേ. എന്താ വേണ്ടത്? ബിന്ദു തന്നെ പറഞ്ഞാൽ മതി. ശരി, നാരായണി അമ്മയ്ക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ ഇത് സഹിക്കുന്നു. നാളെയും ഇതിവിടെ ആവർത്തിച്ചാൽ ഇവിടെ പ്രത്യക്ഷ സമരമായിരിക്കും. കറി വിളമ്പൂ. സാമ്പാർ ഒഴിക്കട്ടെ. എന്തെങ്കിലും ഒഴിക്കും നാരായണി അമ്മ. വിശന്നിട്ട് വയ്യ. ഇതെന്തോന്ന് സാമ്പാർ? ഇതെന്റെ വീട്ടിൽ പട്ടി പോലും കൂട്ടില്ല. അപ്പോ ഞങ്ങളൊക്കെ ജയയുടെ വീട്ടിലെ പട്ടിയേക്കാൾ കഷ്ടമാണെന്നാണോ അർത്ഥം? അതാണെങ്കിൽ അങ്ങനെ തന്നെ. കുഞ്ഞേ, എത്ര വലിയ പണക്കാരിയാണെങ്കിലും ഈശ്വരനെ മറന്ന് സംസാരിക്കരുത്. ഗുണഘോഷിക്കാൻ വരുന്നു. ജയേ, അരിവെപ്പുകാരുടെ സ്ഥാനത്ത് നിൽക്കണം. നീ എന്താ കാണിച്ചത്? കാണിച്ചത് എന്താണെന്ന് നീ കണ്ടില്ലേ? എന്റെ വീട്ടിലത്തെ വേലക്കാരൊന്നും എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കില്ല, അറിയാമോ? നാരായണിയമ്മ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല. അവർ ഈ ഹോസ്റ്റലിലെ ശമ്പളക്കാരിയാണ്. നിന്റെ അമ്മയെക്കാളും പ്രായമുണ്ട്. അതുകൊണ്ട് നീ അവരോട് മാപ്പ് ചോദിക്കണം. പിന്നെ വേറെ ഒന്നും വേണ്ടേ? തൽക്കാലം അത് മതി. മാപ്പ് ചോദിക്കാതെ നിന്നെ വിടില്ല. ഒന്നും വേണ്ട കുഞ്ഞുങ്ങളെ, ഞാൻ എല്ലാം സഹിച്ചോളാം. നാരായണമ്മ വെറുതെ ഇരിക്കും. ജയേ, നീ മാപ്പ് ചോദിക്കുന്നോ ഇല്ലേ? മതി മതി. നാരായണിയമ്മേ, എന്നോട് ക്ഷമിക്കൂ. ഓ, എല്ലാവരും ആഹാരം കഴിച്ചു. സംഭവിച്ചെന്താണെന്ന് നിനക്കറിയില്ല അല്ലേ? നമുക്ക് വെച്ച് വിളമ്പിത്തരുന്ന ഒരു സ്ത്രീ. പോരാത്തതിന് അവർക്ക് നമ്മുടെ അമ്മയെക്കാളും പ്രായമുണ്ട്. നീ അവരെ അടിച്ചത് മഹാപാവമല്ലേ? ആ പാവം നിന്നെ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ നിർബന്ധിച്ച് മാപ്പ് ചോദിപ്പിച്ചത്. മതി മതി. ഇതുവരെ എന്റെ സ്റ്റാറ്റസും വിട്ട് നിന്നെ കൂടെ എന്നോട് ഒരുമിച്ച് താമസിപ്പിച്ചു. ഇനി ഒരു നിമിഷം കൂടെ അവിടെ താമസിക്കാൻ പറ്റില്ല. ജയേ, നമ്മൾ ഇങ്ങനെ പിണങ്ങി അകലാൻ പാടില്ല. അവരോട് മാപ്പ് ചോദിപ്പിച്ച് നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. ഞാൻ തീരുമാനിച്ചാൽ അത് തീരുമാനമാണ്. ഈ അപമാനം ഞാൻ മരിക്കുന്നത് വരെ മറക്കില്ല. ഇറങ്ങി വെളിയിൽ. എന്നെ കൂടി ഇവിടെ താമസിപ്പിക്കുമ്പോ എന്ത് പറ്റി? ആ മുറിയിൽ നീ പോന്നോ? പോന്നതല്ല, ജയ ഇറക്കി വിട്ടതാ. എന്നാലും ജയക്ക് ഇത്ര ധിക്കാരം പാടില്ലായിരുന്നു. ഇന്ദുവിന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ കൂടെ താമസിച്ചോളൂ. എന്താ രാജമ്മ? അതിനെന്താ?